ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ബീഫ് കൊണ്ടാട്ടമുണ്ടല്ലോ, അത് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി 1/2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, 1/4 സ്പൂണിൽ കുറച്ചായിട്ട് മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ബീഫ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിതിലേക്ക് 1/2 കപ്പ് വെള്ളവും ചേർത്തൊന്ന് അടച്ച് വെച്ചൊരു 8 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ബീഫ് ഒരു 1/4 ഭാഗത്തോളമൊക്കെ വെന്ത് കിട്ടിയാൽ മതി കേട്ടോ. എനിക്കിപ്പോൾ 8 വിസിൽ വേണ്ടി വന്നതൊന്ന് വേവിച്ചെടുക്കാൻ. ഓരോ ഭാഗത്തും കിട്ടുന്ന ബീഫിൻ്റെ വേവനുസരിച്ചിരിക്കും കേട്ടോ, അതിനനുസരിച്ച് വിസിലടിപ്പിച്ച് വേവിച്ചെടുക്കാം. ഇനി ഈ ബീഫൊന്ന് ഞാൻ വേറൊരു പാത്രത്തിലേക്കൊന്ന് കോരിയെടുക്കുന്നുണ്ട്. ഇനി ഈ ബീഫിൽ നിന്നിറങ്ങിയ ഈ ഒരു വെള്ളം ഉണ്ടല്ലോ, ഇത് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ, അത് കളയണ്ട. ഇനി ഈ ബീഫ് ചെറുതായിട്ടൊന്ന് എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്കുള്ള മസാലയൊന്ന് തയ്യാറാക്കിയെടുക്കാം. കാശ്മീരി ചില്ലി 1/2 ടേബിൾ സ്പൂണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചത്, മഞ്ഞൾപ്പൊടിയും കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ ബീഫ് വേവിച്ചപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ, അതിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അതിൻ്റെ ചതവാണ് ചേർത്ത് കൊടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു സമയത്ത് ഇതിൻ്റെ മസാലയൊക്കെ ഒന്ന് വേറിട്ട് നിൽക്കും കേട്ടോ. ചതവ് ചേർത്ത് കൊടുത്താൽ പിന്നെ അരമുറി നാരങ്ങയും 1/4 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1/2 ടേബിൾ സ്പൂൺ മൈദയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും പിന്നെ ഒരു മുട്ടയും പിന്നെ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ബീഫിലെ വെള്ളം ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുത്ത് നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. ഈ ബീഫ് അരമണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഇതൊന്ന് എണ്ണയിലിട്ടൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം. അരമണിക്കൂറിന് ശേഷം ഞാനിതൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അതിന് വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് പൊരിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ബീഫ് ഇട്ട് കൊടുത്തൊന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. ബീഫ് ഇട്ട് കൊടുക്കുന്നൊരു സമയത്ത് എണ്ണയ്ക്ക് അത്യാവശ്യം ചൂടൊക്കെ ഉണ്ടായിക്കോട്ടെ. അതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടൊന്ന് 5-6 മിനിറ്റ് വരെ ഒന്ന് പൊരിച്ചെടുക്കാം. ബീഫ് കുക്കറിൽ വേവിച്ചെടുത്തതാണല്ലോ ഒരു 1/4 ഭാഗത്തോളം, അപ്പോൾ അതിൻ്റെ ബാക്കിയൊക്കെ ഈ ഒരു എണ്ണയിൽ കിടന്നൊന്ന് വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇതൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഉണ്ടല്ലോ ഇഞ്ചി വെളുത്തുള്ളി ചതവല്ലേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്, അതിന് പകരം പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ അതൊരു മസാല വേറിട്ട് നിൽക്കുന്ന മാതിരി തോന്നുന്നില്ലേ, ഇത് ആ ചതവ് ചേർത്തത് കൊണ്ടാണ് കേട്ടോ. ഇനി ഈ ബീഫൊന്ന് എണ്ണയിൽ നിന്നൊന്ന് കോരിയെടുക്കാം. ഇനി ബാക്കിയുള്ള ബീഫ് കൂടി ഇതുപോലെയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഈ ഒരു ചട്ടിയിലേക്ക് ബീഫ് ഫ്രൈ ചെയ്തെടുത്ത ആ ഒരു എണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഒരു 4-5 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളക് കളറൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം ഇതൊന്ന് എണ്ണയിൽ നിന്നൊന്ന് കോരിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും നീളത്തിൽ അരിഞ്ഞ വെളുത്തുള്ളി ഒരു 1/4 ടീസ്പൂണും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറുതായി ഒന്ന് കളറ് മാറി വന്നതിന് ശേഷം ഞാനിതിലേക്ക് ചെറിയ ഉള്ളി ഒരു 1/2 കപ്പ് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഉള്ളികളൊക്കെ എണ്ണയിലിട്ടൊന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ നല്ല രീതിക്ക് തന്നെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ഒരു 1/4 ടീസ്പൂണ്, മുളക് പൊടി ഒരു 1/2 ടീസ്പൂണാണ് കേട്ടോ, കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലയും ചേർത്തൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
കറിവേപ്പിലയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഒരു 1.25 ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും പിന്നെ ചില്ലി ഫ്ലേക്സും ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണ് അളവിൽ തക്കാളിയുടെ ആ ഒരു സോസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് ഉപ്പില്ല എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലേ ആ ഒരു വറ്റൽമുളകും ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ബീഫ് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറിയ രീതിക്ക് ഗ്രേവിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ബീഫ് ഇടുന്നതിൻ്റെ മുന്നേ ഒരു 1/2 കപ്പ് വെള്ളം, നല്ല തിളച്ച വെള്ളം തന്നെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. അത് നല്ല രീതിക്ക് തന്നെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ബീഫ് ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.